വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ ഇന്ന് നടന്ന വാർഷിക പരീക്ഷയുടെ അടിസ്ഥാന പാഠാവലിയുടെ ആൻസർ കീയും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനലിലെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നോക്കൂ, ഫസ്റ്റ് പ്രവർത്തനം ഒരു പാരഗ്രാഫ് തന്നിരിക്കുകയാണ്. വായിക്കാം, എഴുതാം. നീർപക്ഷികളുടെ കൂടൊരുക്കൽ കാലം. വെള്ളത്തിൽ നടന്ന് ഇര തേടുന്ന പക്ഷികൾക്ക് പൊതുവായ ചില ശാരീരിക പ്രത്യേകതകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നീണ്ട കാലുകളും നീണ്ട കഴുത്തുകളുമാണ്. ജലക്കെട്ടുകളിൽ നടന്ന് ഇര തേടുന്നതിന് നീണ്ട കാലുകൾ സഹായിക്കും. ജലജീവികളെ വലിയ ആയാസം കൂടാതെ കൊത്തിയെടുക്കാൻ നീണ്ട കഴുത്തും കൊക്കും ഗുണം ചെയ്യും. വെള്ളത്തിൽ നടന്ന് ഇര പിടിക്കുന്ന പക്ഷികളുടെ മറ്റു പ്രത്യേകതകൾ കൂടി പരിഗണിച്ച് ഈ കൂട്ടരെ 3ആയി തരംതിരിക്കാം. ക്രെയിൻ, സ്റ്റോർക്ക്, ഹെറൻ. ഇംഗ്ലീഷ് പേരുകൾ യഥാക്രമം സാരസങ്ങൾ, ബഗങ്ങൾ, ഞാറകൾ എന്നിങ്ങനെ മലയാളീകരിക്കാം. സാരസങ്ങളാണ് ഇക്കൂട്ടത്തിലെ വലിയ പക്ഷികൾ. കേരളത്തിൽ ഇവയെ കാണാറില്ല. എന്നാൽ ചില ജാതി സാരസങ്ങൾ തമിഴ്നാട്ടിൽ കാണാറുണ്ട്. രാജസ്ഥാനിലെ ഭരത്പൂർ പക്ഷി സങ്കേതത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് സൈബീരിയയിൽ നിന്നെത്തുന്ന സാരസങ്ങളാണ്. ഇവ ആകാശത്തേക്ക് കൊക്ക് ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. കൂടൊരുക്കുന്ന കാലത്ത് ആണും പെണ്ണും ചേർന്ന് മുഖാമുഖം നിന്ന് ഇത്തരത്തിൽ പാട്ടുകച്ചേരികൾ നടത്തുക പതിവാണ്. സി റഹീം. നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ മക്കളെ, പക്ഷികളുടെ നീണ്ട കാലും കഴുത്തും എന്തിനു സഹായകമാണ്? അത് ഈ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ജലക്കെട്ടുകളിൽ നടന്ന് ഇര തേടുന്നതിന് നീണ്ട കാലുകൾ സഹായിക്കും. എന്തിനാണ്? വെള്ളത്തിൽ ഇര തേടാൻ, അല്ലേ? വെള്ളത്തിൽ ഇര തേടാൻ വേണ്ടി, ഇര തേടുന്നതിന്, അതവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ നടക്കാനല്ല, വെള്ളം കുടിക്കാനല്ല, വെള്ളത്തിൽ മുങ്ങാനല്ല. ഏതാണ്? എ ആണ് ശരിയായ ഉത്തരം. വെള്ളത്തിൽ ഇര തേടാൻ. രണ്ടാമത്തെ ക്രെയിൻ, സ്റ്റോർക്ക്, ഹെറൻ വിഭാഗം പക്ഷികളുടെ പ്രത്യേകത. ഇവരുടെ പ്രത്യേകത എന്താണ്? ജലജീവികളെ വലിയ ആയാസം കൂടാതെ കൊത്തിയെടുക്കാൻ നീണ്ട കഴുത്തും കൊക്കും ഗുണം ചെയ്യും. വെള്ളത്തിനടിയിൽ നിന്ന് ഇര പിടിക്കുന്ന പക്ഷികളുടെ മറ്റു പ്രത്യേകതകൾ പഠിച്ച് 3ആയി തിരിക്കാം. എന്താണ് ഇവരുടെ പ്രത്യേകത? വെള്ളത്തിൽ നിന്ന് ഇര പിടിക്കുന്നു, അല്ലേ? വെള്ളത്തിൽ നിന്ന് ഇര പിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ഇരകളെ പിടിക്കുന്നു എന്നുള്ളതാണ് എന്ത്? ഈ വിഭാഗം പക്ഷികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സാരസങ്ങളുടെ പ്രത്യേകത എന്ത്? പറക്കാറില്ല. വലിയ പക്ഷികൾ. ഭാരം കൂടുതൽ, ചിറകില്ല. എന്താണ്? വലിയ പക്ഷികളാണ്. നാലാമത്തെ ഭരത്പൂർ പക്ഷി സങ്കേതത്തിലെ ആകർഷണം ഏതാണ്? സൈബീരിയയിൽ നിന്നെത്തുന്ന സാരസം. ഇനി 5ാമത്തെ, സാരസങ്ങൾ പാട്ടുകച്ചേരി നടത്തുന്നത് എപ്പോഴാണ്? പാട്ട് കച്ചേരി നടത്തുന്നത്? അവർ കൂടൊരുക്കുമ്പോൾ, ഇണയെ കാണുമ്പോൾ, ഇര തേടുമ്പോൾ, ശത്രുവിനെ കാണുമ്പോൾ. ഏതാണ്? കൂടൊരുക്കുമ്പോൾ. എ ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം. കത്തെഴുതാനാണ്. അതുങ്ങൾ വന്ന് ഈ ആറ്റിലെല്ലാം വിഷം കലക്കിയിട്ട് പോയത് നിങ്ങളെല്ലാം ഒന്നും മിണ്ടാതെ നോക്കി നിന്നു, അല്ലേ? ആറ്റിറമ്പ് ഗ്രാമത്തിലെ പുഴയിൽ ഇതര നാട്ടുകാർ വന്ന് മീൻ പിടിച്ചു പോയ കാര്യമറിഞ്ഞ് നാട്ടിലെ മീൻപിടുത്തക്കാർ ക്ഷുഭിതരായി പറഞ്ഞതാണിത്. കച്ചവട ലാഭം മാത്രം നോക്കി പുഴകളെ മലിനമാക്കുന്നതും മത്സ്യങ്ങൾക്ക് വംശനാശ ഭീഷണി ഉയർത്തുന്നതും പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന് കത്തെഴുതുക. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റിന് കത്തെഴുതുമ്പോൾ അത് വിഷയം എഴുതണം കേട്ടോ അതിനകത്ത്. പിന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് എന്താണ്? ആരാണ് എഴുതുന്നത്? ആറ്റിറമ്പ് ഗ്രാമത്തിലെ നിവാസികളാണ് എഴുതുന്നത്. അപ്പോൾ ആറ്റിറമ്പ് ഗ്രാമത്തിലെ പുഴയിൽ അന്യദേശത്തുകാരായ മീൻപിടുത്തക്കാർ വന്നു പോയത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. പുഴയിൽ നെഞ്ചു കലക്കിയാണ് അവർ മീൻ പിടിക്കുന്നത്. അതുകൂടാതെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ ഈ പുഴയിൽ തള്ളുന്നുണ്ട്. കച്ചവട ലാഭം മാത്രം നോക്കി പുഴകളെ മലിനമാക്കുന്നതും മത്സ്യങ്ങൾക്ക് വംശനാശ ഭീഷണി ഉയർത്തുന്നതുമായ ഇക്കാര്യങ്ങൾ പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും അതിനുള്ള നടപടി ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്ന് വിശ്വാസപൂർവ്വം ആറ്റിറമ്പ് നിവാസികൾ ഒപ്പ്. അപ്പം ഇങ്ങനെയാണ് എന്താണ് ഒരു കത്ത് എഴുതേണ്ടത്. അപ്പോൾ അപ്പം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഘടനയും കാര്യങ്ങളൊക്കെ നോക്കി വേണം എന്ത് എഴുതാൻ. ഇത് സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയമാണ്, അല്ലേ? അപ്പോൾ അത് ബന്ധപ്പെട്ട് കത്ത് അതിൻ്റേതായ രീതിയിൽ തയ്യാറാക്കുക. അപ്പം ഇതാണ് അതൊരു മോഡൽ. ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. പൊന്മാൻ കഥാകൃത്തിൻ്റെ കയ്യിൽ നിന്നും 10 രൂപ നോട്ട് കൊത്തിയെടുത്ത് പറക്കാൻ തുടങ്ങി. ഇതിൽ വ്യക്തമാകുന്ന ആശയം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വ്യക്തമാകുന്ന ആശയം?
ഇതിൽ വ്യക്തമാവുന്നത് എന്താണ്? ശരിക്കും നമ്മൾ ഇതിനകത്ത് ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. ജീവജാലങ്ങളുടെ തന്ത്രങ്ങൾ വ്യത്യസ്തമാണ്. മത്സ്യത്തിന് പകരം നോട്ട് തിന്നാമെന്ന് ചിന്തിച്ചു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതുണ്ട്. മത്സ്യവും നോട്ടും എന്താണ് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. ഇതിലെന്തായിരിക്കും? പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള എന്താണ് തന്ത്രങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. അതാണ് ഇതിൽ വ്യക്തമാകുന്ന ആശയം. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ സ്വയം നാം കണ്ടെത്തണം. അതാണ് എന്ത് ഈ പൊന്മാൻ കഥാകൃത്തിൻ്റെ കയ്യിൽ നിന്നും 10 രൂപ നോട്ട് കൊത്തിയെടുത്ത് പറക്കാൻ തുടങ്ങി എന്നതിൽ വ്യക്തമാകുന്ന ആശയം. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. അടുത്തത് ഒരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാനാണ്. ഓ നല്ല മര്യാദക്കാർ, അതും കാണാനില്ലെങ്കിൽ ഇവന്മാരും നെഞ്ചു കലക്കി തന്നല്ലോ മീൻപിടുത്തം. നാളത്തെ പൊന്മാൻ എന്ന കഥയിലെ നാട്ടുകാരൻ്റെ വേദന നിങ്ങൾ കണ്ടില്ലേ? ആറ്റിറമ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പൊന്മാനുകളുടെ നാട്ടിലേക്ക് ഒരു യാത്ര പോയാലോ? അവർ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ചോദ്യാവലി തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്ന ആളായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം, എന്തുകൊണ്ടാണ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആരാണ് ഇവിടെ വന്ന് മീൻ പിടിച്ചു കൊണ്ടുപോകുന്നത്, പിന്നെ പൊന്മാൻ്റെയൊക്കെ വാസസ്ഥലം നഷ്ടപ്പെട്ടതും അല്ലേ, പൊന്മാൻ മീൻ പിടിക്കാൻ കിട്ടാണ്ട് വിശപ്പും കൊണ്ടുണ്ടാകുന്ന, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ട് എന്താണ് ഒരു 3-4-5 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. എന്തൊക്കെ പിന്നെ ഇതിനെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിനെങ്ങനെയാണ് പ്രശ്നപരിഹാരം കണ്ടെത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അഭിമുഖം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. പ്രളയാവസാനം എന്ന കവിത എഴുതിയതാര്? പ്രളയാവസാനം എന്ന കവിത എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചത്. കടമ്മനിട്ട രാമകൃഷ്ണൻ, സച്ചിദാനന്ദൻ, പുനലൂർ ബാലൻ, സുഗതകുമാരി. ആരാണ്? സച്ചിദാനന്ദൻ. പ്രളയാവസാനം എന്ന കവിത എഴുതിയത് സച്ചിദാനന്ദനാണ്. ഇനി പ്രവർത്തനം 4 താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ട്. ഒന്നായി നിന്നാൽ ഒന്നുമാവില്ല, ഒന്നായി നിന്നാൽ ഒന്നാമതാവാം. 10 കൈകൾ ചേർന്നാൽ ഒത്ത മലയും ആഞ്ഞു പൊക്കാം. അനയകൃഷ്ണ KP. സച്ചിദാനന്ദന്റെ കൈ കോർത്തവർ പറഞ്ഞത് എന്ന കവിത വായിച്ചില്ലേ? കവിതയുടെ ആശയവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അതായത് ഈ കവിതയിൽ എന്താ പറയണേ? നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് ഒന്നും ആവില്ല, ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് കേട്ടിട്ടില്ലേ? എന്ന പോലെ ഒന്നായി നിന്നാൽ നമുക്ക് എന്താവാം? ഒന്നാമതാവാം. 10 കൈകൾ ചേർന്നാൽ ഒത്തുമലയും ആഞ്ഞു പൊക്കാം. അതായത് ഒരുമിച്ച് ചെന്നാൽ എന്താണ് നമുക്ക് ഏത് എടുക്കാൻ പറ്റാത്ത ഭാരവും നമുക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നാമതായി മാറാൻ പറ്റും. അപ്പോൾ ഒത്തുപിടിച്ചാൽ മലയും പോരും, അല്ലെങ്കിൽ എന്താണ് പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ മാതിരി ചെറിയ ഇതും കൊണ്ടാണ്, കൂട്ടം കൊണ്ടാണ് നമ്മൾ എന്താണ് വലുതായി മാറുന്നത് അല്ലേ? അപ്പോൾ 10 കൈകൾ ചേർന്ന് നമുക്ക് ഒത്തുമലയും ആഞ്ഞുപൊക്കാം. അത്രയും ശക്തി നമുക്ക് കിട്ടും. അപ്പോൾ ഒറ്റയ്ക്ക് നിന്നാൽ എന്താണ് ഒന്നും കിട്ടില്ല. കൈ കോർത്ത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും വേണം നിൽക്കാൻ. അപ്പോൾ ഈ കൈകോർത്തവർ പറഞ്ഞു തന്ന കവിതയും ഈ കൂട്ടെന്ന കവിതയും തമ്മിൽ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ഒരുമ എന്ന സന്ദേശം നൽകുന്ന പഴഞ്ചൊല്ല് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഒരുമ എന്നാൽ എന്താണ്? ഒരുമ എന്ന് പറഞ്ഞാൽ ആപത്ത് പറ്റത്തോടെ നിറകുടം തുളമ്പില്ല, ഐക്യമത്യം മഹാബലം, തനിക്കു താനും പുരയ്ക്കു തൂണും. ഏതാണ്? ഐക്യമത്യം മഹാബലം അല്ലേ? ഒരുമ എന്നാൽ എന്താണ്? ഐക്യമത്യം മഹാബലം എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 5 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. തന്നിരിക്കുന്ന കവിതയുടെ പേരാണ് ഇല. മുട്ടുപോലിരുന്നവൾ അവളൊന്നൊരു ചെമ്പുനീരായിരുന്നു. പതിയെ അവൾ തത്തമ്മത്തൂവലിൻ്റെ മിനുത്ത ഇളം പട്ടുപോലായി. ദിവസങ്ങൾ പോയതിനിടയിൽ എത്ര ഉറുമ്പുകളാണ് അവളെ മടക്കി വീടുണ്ടാക്കാൻ ശ്രമിച്ചത്. കുശുംബന്മാർ. അവൾ തന്നെത്താൻ പറഞ്ഞു. ദിവസങ്ങൾ തോറും അവൾ മഞ്ഞയായിക്കൊണ്ടിരുന്നു. വിരിഞ്ഞപ്പോൾ പൂ പോലെ മൃദുലം, പിന്നെ പച്ച, ഇപ്പോഴിതാ മഞ്ഞ. ഇനി നാളെ എന്താവും? അവൾ ആശയോടെ സ്വപ്നം കണ്ടു. പക്ഷേ അവൾക്കറിയില്ലല്ലോ അവൾ ഇനി മണ്ണിൽ ഞെട്ടറ്റു വീഴുമെന്ന്. ഇതാരുടെ കവിതയാണ്? ഇത് ആതിര കെയുടെ ഒരു കവിതയാണ്. ഈ കവിത വായിച്ചിട്ട് ഇലയുടെ ഭാവമാറ്റങ്ങൾ മനോഹരമാണ്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കവിതയെക്കുറിച്ച് ഒരു ആസ്വാദനക്കുറിപ്പ് നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തയ്യാറാക്കുമ്പോൾ നമ്മളിത് ആരാണ് എഴുതിയത്? ആതിര കെയുടെ ഇല എന്ന കവിതയാണുള്ളത്.
ഇതിൽ എങ്ങനെയാണ്, ഇതിൽ ഇലയെക്കുറിച്ച് ഇതിനകത്ത് തന്നെ നമുക്ക് എടുത്ത് എഴുതാം. എന്താണ്, ഇലയുടെ രൂപഭാവ മാറ്റങ്ങൾ മനോഹരമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കവിതയിൽ വിവരിച്ചു വച്ചിരിക്കുന്നത്. ഇലയുടെ രൂപഭാവ മാറ്റങ്ങളാണ്. ഇല ആദ്യം എങ്ങനെയായിരുന്നു, അവസാനമാകുമ്പോഴേക്കും ഇലയുടെ അവസ്ഥ എന്താണ്, അതൊക്കെയാണ് ഈ കവിതയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മൊട്ടുപോലെ ഇരുന്നപ്പോൾ അവൾ ഒരു ചെമ്പനി നീരായിരുന്നു, അതുപോലെയായിരുന്നു അവൾ ഇരുന്നത്. പതിയെ പതിയെ അവൾ എന്തായി, തത്തമ്മത്തൂവലിൻ്റെ മിനുത്ത ഇളം പട്ടുപോലെയായി മാറി. അപ്പം ദിവസങ്ങൾ പോയതിനിടയിൽ ഈ ഉറുമ്പുകളൊക്കെ വന്ന ഇലയിൽ എന്ത് ചെയ്യും, ഉറുമ്പിനിങ്ങനെ ഇലകളൊക്കെ മടക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ മടക്കി വീടുണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ കുശുമ്പന്മാരെന്നായത് അവൾ ഉറുമ്പുകളെ പറയുകയാണ്. പിന്നെ അവൾ തന്നെത്താൻ പറഞ്ഞു, എന്താണ്, ദിവസം തോറും അവൾ എന്താണ് മഞ്ഞയായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവൾ വിചാരിക്കുന്നത് അവൾ കൂടുതൽ ഭംഗിയായി വരികയാണെന്നാണ്. അവൾ വിരിഞ്ഞപ്പോൾ അവൾ പൂ പോലെ നല്ല മൃദുലമായിരുന്നു. പിന്നെ അവൾ എന്ത് കളറായി മാറി, പച്ചയായി കളറായി മാറി. ഇപ്പോഴിതാ അവർക്ക് എന്ത് കളറാണ്, മഞ്ഞ. നമുക്കറിയാം അല്ലേ, പച്ച ഇലകൾ പിന്നെ പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അവസാനം എന്തായിരിക്കും, ആ ഇല കൊഴിഞ്ഞ് നിലത്ത് വീണ് അത് മണ്ണിനോട് ചേരുകയായിരിക്കും. പക്ഷേ ഇവളുടെ ഈ മാറ്റം കാണുമ്പോൾ ഇവളുടെ ഓർമ്മ എന്തായിരിക്കും, ഇവൾ വീണ്ടും വീണ്ടും നല്ല നല്ല സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ എന്താവും, അവൾ ആശയോടെ സ്വപ്നം കാണുകയാണ്. പക്ഷെ അവൾക്കറിയില്ല എന്താണ്, അവൾ ഇനി അടുത്തത് പഴുത്തതായി കഴിഞ്ഞാൽ അവൾ എങ്ങോട്ടാണ് പോകുന്നത്, മണ്ണിൽ ഞെട്ടറ്റ് വീഴാനാണ് പോകുന്നതെന്ന് അവൾക്ക് അറിയില്ല അല്ലേ. ഇപ്പോൾ പഴുത്ത പ്ലാവിൽ വീഴുമ്പോൾ പച്ചപ്ലാവിൽ ചിരിക്കുമെന്ന് നമ്മൾ പറയാറില്ലേ, എന്ന പോലെ പച്ചയാണ് അവർ. അപ്പോൾ പക്ഷെ അതിനറിയില്ല അതും എന്ത് ചെയ്യും, പഴുക്കും എന്നുള്ളത് അല്ലേ. അപ്പോൾ മഞ്ഞ കളർ വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വേറെ ഏത് സ്റ്റേജിലേക്കാണ് പോകുന്നത്, ഭംഗി വയ്ക്കും എന്നുള്ളതാണ് അവളുടെ ധാരണ. പക്ഷേ എന്താണ്, അവൾ നാളെ എന്താണ് പഴുത്ത് കഴിയുമ്പോൾ മഞ്ഞ കളറായി കഴിയുമ്പോൾ അവൾ ഞെട്ടറ്റ് വീഴുകയാണ് എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ചേർത്തിട്ട് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞത്. ഈ ആശയങ്ങളൊക്കെ വെച്ച് ആസ്വാദനക്കുറിപ്പ് ഈ പറഞ്ഞ പോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തനം 6 കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനത്തെ ഇലയിലെ ബർമാൻ ഒരു അത്ഭുത മനുഷ്യനാണ്. അയാളുടെ ഇടപെടലാണ് ജോൺസിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. ബർമാനെക്കുറിച്ചുള്ള നിങ്ങളുടെ വായനാനുഭവം ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ ബർമാനെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണമാണ് തയ്യാറാക്കേണ്ടത്. അപ്പം അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ കൂടി പറയണം. അപ്പോൾ ബർമാൻ ഹെഡിങ് എഴുതിയിട്ട് എഴുതണം. എന്താണ്, 60 വയസ്സ് കഴിഞ്ഞിരുന്ന ഒരു വിരൂപനായ വൃദ്ധനായിരുന്നു ബർമാൻ. ഒരു കുട്ടി പിശാചിൻ്റെ ദേഹവും മനുഷ്യാകൃതിയും ആടിൻ്റെ ശരീര ലക്ഷണങ്ങളും മൈക്കലാഞ്ചലോയുടെ മോസസിൻ്റെ മാതിരി ചുരുണ്ട താടിയും മീശയുമൊക്കെയായ ഒരു വികൃത വൃദ്ധനായിരുന്നു ബർമൻ എന്ന് പറയുന്നത്. ചിത്രകലയിൽ ബർമൻ ഒരു പരാജയമായിരുന്നു. 40 വർഷം ബ്രഷ് പിടിച്ചിട്ടും കലാദേവതയുടെ വസ്ത്രാഞ്ചലത്തിൽ തൊടാൻ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. എപ്പോഴും ഒരു മാസ്റ്റർ പീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ ഒരിക്കലും അത് തുടങ്ങാൻ അയാൾക്ക് സാധിച്ചില്ല. ഉപജീവനത്തിനായി മോഡലായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അവസാനം ജോൺസിക്ക് വേണ്ടി തൻ്റെ മാസ്റ്റർ പീസായ അവസാന ഇല രാത്രി മുഴുവൻ മഞ്ഞിൽ കുതിർന്ന് അദ്ദേഹം വരച്ചു. ഇതിലൂടെ ജോൺസിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ ബർമാൻ്റെ കഥാപാത്രം ഇതെന്താണ്, കഥാപാത്രത്തിന് എത്രത്തോളം ആ കഥയിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, എന്താണ് അദ്ദേഹത്തിൻ്റെ രൂപം, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് എഴുതേണ്ടത്, കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. ഇതുപോലെയാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്യാരക്ടറിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ, കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്ന പാഠഭാഗത്തെ ആശയമായി പോയി പൊരുത്തപ്പെടാത്ത പ്രസ്താവന ഇത്. ഇപ്പോൾ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്ന പാഠഭാഗത്തെ ആശയവുമായി പൊരുത്തപ്പെടാത്ത പ്രസ്താവന ഇതത്. വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യം. സഹജീവികളോടുള്ള കരുതൽ നമ്മുടെ കടമയാണ്. പ്രവൃത്തിയിലല്ല പ്രസംഗത്തിലാണ് കാര്യം. എല്ലാവർക്കും തൻകാര്യം തന്നെയാണ് പ്രധാനം. അപ്പോൾ ഇതിൽ പറയുന്നത് പ്രവൃത്തിയിലല്ല പ്രസംഗത്തിലാണ് കാര്യം എന്നതാണ് ഈ ആശയവുമായി പൊരുത്തപ്പെടാത്ത പ്രസ്താവന. പൊരുത്തപ്പെടാത്തതാണ് നമ്മൾ എഴുതേണ്ടത്. പ്രവൃത്തിയിലല്ല പ്രസംഗത്തിലാണ് കാര്യം എന്നതാണ് ഈ ആശയവുമായി പൊരുത്തപ്പെടാത്ത പ്രസ്താവനയുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർക്ക് ഉള്ളത്. മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ അഗെയിൻ. താങ്ക് യു.